സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണത്തിനായി സർക്കാർ നിയോഗിച്ച സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ഉച്ചയ്ക്ക് 1:30-ക്ക് സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മുഖ്യമന്ത്രിക്കാണ് റിപ്പോർട്ട് നൽകുക. സമിതി ശുപാർശ പ്രകാരം ജീവനക്കാരുടെയും അധ്യാപകരുടെയും കുറഞ്ഞ ശമ്പളം 17,000 രൂപയായിരിക്കും. കൂടിയ ശമ്പളം 1,20,000 രൂപ. എല്ലാ വിഭാഗത്തിനും നേരത്തെ നൽകിയിരുന്ന സ്പെഷ്യൽ പേ അലവൻസുകൾ നിർത്തലാക്കും. 80% ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചാണ് സ്കെയിലുകൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. നിലവിലുള്ള 27 ശമ്പള സ്കെയിലുകളും നിലനിർത്തിയിട്ടുണ്ട്. 12% വീതം വെയിറ്റേജും ഫിറ്റ്മെന്റ് അലവൻസുകളും ഉൾപ്പെടുത്തി അടിസ്ഥാന ശമ്പളം 17,000 രൂപയായി നിശ്ചയിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അടിസ്ഥാന ശമ്പളം 16,500 രൂപയാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ അന്തിമ റിപ്പോർട്ടിൽ 500 രൂപയുടെ വർധനവ് കൂടി വരുത്തുകയായിരുന്നു. കഴിഞ്ഞ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൽ 8,500 രൂപയായിരുന്നു ഏറ്റവും കുറഞ്ഞ ശമ്പളം. 2,000 മുതൽ 12,000 രൂപ വരെ ഇത്തവണത്തെ ശുപാർശയിൽ വർധനയുണ്ട്. കഴിഞ്ഞ തവണ ഇത് 1,104 മുതൽ 4,490 രൂപ വരെയായിരുന്നു. ഏറ്റവും കുറഞ്ഞ ഇൻക്രിമെന്റ് 450 രൂപ, കൂടിയത് 2,000 രൂപ. നിലവിലിത് 230-ഉം 1,200-ഉം ആണ്. പെൻഷൻ പ്രായം 56-ൽ നിന്ന് 58 ആക്കി ഉയർത്താനും ശുപാർശയുണ്ട്. 25 വർഷം സർവീസ് പൂർത്തിയാക്കുന്നവർക്ക് പൂർണ്ണ പെൻഷൻ അനുവദിക്കും. നേരത്തെ 30 വർഷം സർവീസ് പൂർത്തിയായവർക്കായിരുന്നു ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരുന്നത്. ജുഡീഷ്യൽ സർവീസിലുള്ളവർക്ക് ഒരു സ്കെയിൽ കടന്നുള്ള ശമ്പളം നിശ്ചയിക്കും. 2014 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യവും ഉണ്ടാവും. കുടിശ്ശിക PF ലയിപ്പിക്കാനും ശുപാർശയുണ്ട്. ശമ്പളത്തിലും പെൻഷനിലും 12 മുതൽ 13.2% വരെ വർധനയും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം ഏതാണ്ട് 5,000 കോടി രൂപയുടെ അധിക ചെലവാണ് ഉണ്ടാവുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.